വെൽക്കം ടു മലേഷ്യൻ സീരീസ്. ദിസ് ഇസ് ഡേ 2 ഇൻ മലേഷ്യ. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ഈ ലെപ്പർഡ് പ്രിന്റ് എൻ്റെ കയ്യിൽ 2017 തൊട്ടുണ്ട്. ഐ എം ഫ്ലെക്സിങ് മൈ മദേഴ്സ് ബാഗ്. കാരണം ആളുടെ സ്മോൾ ബിസിനസ് ചെയ്തിട്ട് ഫസ്റ്റ് ആയിട്ട് മേടിച്ച ഒരു ലക്ഷറി ബ്രാൻഡഡ് ബാഗാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഹോട്ടലിന്റെ ഏറ്റവും മുകളിൽ പോയിട്ട് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അവിടുത്തെ വ്യൂ ആണ് ആ കാണുന്നത്. അതിനുശേഷം നേരെ KL ടവർ ആണ് ഇന്നത്തെ ഐറ്റിനറി ഉള്ളത്. സോ KL ടവർ ഇസ് കൈൻഡ് വാക്കബിൾ ഫ്രം അവർ ഹോട്ടൽ. നമ്മൾ അത്യാവശ്യം ടൗൺ ഏരിയയിലാണ്, വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് എല്ലാവിധ മെയിൻ അട്രാക്ഷൻസിലോട്ടും. അപ്പൊ അങ്ങോട്ട് നടന്നു പോവായിരുന്നു. ആൻഡ് ദിസ് ബസ് ഇത് കോലാലംപൂർ സിറ്റി ടൂർ കാണിക്കുന്ന ഒരു ബസ്സാണ്. ഇവിടെ മലേഷ്യ വരാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം അവർ അത്യാവശ്യം അട്രാക്ഷൻസ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും ഈ ബസ്സിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കാണിക്കുന്നതാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളല്ലാത്തത് കൊണ്ട് അത് എടുത്തില്ല. ഈവൻ നമ്മൾ KL ടവറിന്റെ മുകളിൽ കയറുന്ന ടിക്കറ്റ്സ് പോലും നമ്മൾ എടുത്തില്ല. ബിക്കോസ് വി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് അത്രയും ഹൈപ്പിന് വർത്ത് ആണെന്നൊന്നും. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളല്ലാത്തത് കൊണ്ട് നമ്മൾ കയറിയില്ല. പിന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ കൂടുന്നതല്ലാണ്ട് കുറയുന്നത് കാണുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ ബുക്കിറ്റ് പിങ്താങ്ങിലുള്ള പവലിയൻ മാളിലാണ് പോയത്. ആൻഡ് ഈ മാളിലാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ ലക്ഷറി ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. ബ്രാൻഡ്സ് ലൈക്ക് കാർട്ടിയർ, ഗുച്ചി, ഡിയോർ, അങ്ങനെ എല്ലാതും ഉണ്ടായത്. ഈവൻ അഡിഡാസ് ഒക്കെ 2 അഡിഡാസ് ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് ഒരു ഐഡിയ ഇല്ല. സോ ഈ മാളിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം നടന്നിട്ടുണ്ടായിരുന്നു. നല്ല ബിഗ് ആണ്, നല്ല ഹ്യൂജ് ആണ്. അപ്പോൾ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, മലേഷ്യയിൽ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞ്. അത് ബുക്കിറ്റ് പിങ്താങ്ങിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് നടന്നിട്ട് കഴിച്ചു. സോ ദിസ് പവലിയൻ മോളും ബുക്കിറ്റ് പിങ്താങ്ങിന്റെ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ദിസ് വാസ് ഗുഡ്. ആൻഡ് ദെൻ വി വെന്റ് ടു ദമസ്കസ്. ഷവർമ ആയിരുന്നു ഇവിടുത്തെ മെയിൻ. സോ വി സ്റ്റാർട്ടഡ് വിത്ത് മീറ്റ് ലൈക്ക് ലാം ബോൾസ്. അപ്പോൾ അത് കഴിച്ചു. ദാറ്റ് വാസ് ഓക്കേഷ്. പിന്നെ ഷവർമ കഴിച്ചു. സോ ഇവിടെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ആൻഡ് ലാമ്പ് ഒക്കെ പറയുമ്പോൾ അത്യാവശ്യം ഇഷ്ടം, ലൈക്ക് അതിന്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ അത് പറയണ്ട. കാരണം നല്ല സ്മെല്ല് വരും. ലൈക്ക് ആ ലാമ്പിന്റെയും മീറ്റിന്റെ ഒക്കെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. ചിക്കൻ ഷവർമ വാസ് റിയലി ഗുഡ്. അപ്പൊ നമുക്ക് അതായിരുന്നു നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ നേരെ ബുക്കിറ്റ് പിങ്താങ്ങിലോട്ട് ഇറങ്ങി. സ്ട്രീറ്റ് നടക്കുമ്പോൾ ലൈക്ക് ആ ഒരു ഈവനിങ് ലൈക്ക് വൈബ് കിട്ടണം, കുറച്ചും കൂടെ നേരം വെക്കണമല്ലോ. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്തു, കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വിചാരിച്ചിട്ട് നേരെ അവിടെയുള്ള ഓരോ ഷോപ്സ് ഒക്കെ കയറി ഇറങ്ങി. പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേനും അത്യാവശ്യം നൈറ്റ് ഓൺ ആയിട്ടുണ്ടായിരുന്നു. ബുക്കിറ്റ് പിങ്താങ്ങിലെ നൈറ്റ് ആണ് അടിപൊളി. ആൻഡ് ദിസ് സ്ട്രീറ്റ് ഇസ് സോ ക്രൗഡഡ്. അത്യാവശ്യം സൂക്ഷിച്ച് നടക്കേണ്ടതാണ് ഈ സ്ട്രീറ്റ്. ആൻഡ് ഇവിടെ ഒരു ക്രൂസ് വരുന്നുണ്ട്, ഒരു സിഗ്നലിൽ സിബ്ര ലൈൻ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് നോൺ ആസ് അറ്റ് എ ടൈം ഏറ്റവും കൂടുതൽ ആളുകൾ ക്രോസ് ചെയ്യുന്നത് ജപ്പാനിലുണ്ട്. അതുപോലെ ബുക്കിറ്റ് പിങ്താങ്ങിലെ ഈ ഒരു ട്രാഫിക്കുമാണ്. ഇത്രയൊക്കെ ഉള്ളവരും നമ്മുടെ ഇന്നത്തെ ഒരു ഡേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.